നാവടക്കൂ പണിയെടുക്കൂ. അടിയന്തരാവസ്ഥക്കാലത്ത് തൊഴിലാളികളോട് ഇന്ദിരാഗാന്ധിയുടെ കൽപ്പന ഇങ്ങനെയായിരുന്നു. രാജ്യം അടിയന്തരാവസ്ഥയെ അതിജീവിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അതിനായില്ല എന്നത് ചരിത്രം. കോൺഗ്രസുകാർ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് മോദിയും കൂട്ടരും ഇന്ന് പഠിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസുകാരെക്കാൾ മിടുക്കരായി. അവർ 4 ലേബർ കോഡുകൾ പാസാക്കിയിരിക്കുന്നു. അടിമപ്പണി നിരോധിച്ചിരിക്കാം, പക്ഷേ അടിമപ്പണിക്ക് സമാനമായ രീതിയിൽ തൊഴിലാളികളെ മാറ്റിയെടുക്കുന്നതാണ് ഈ ലേബർ കോഡുകൾ. രാജ്യത്തെ തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്ത പല അവകാശങ്ങളും ഹനിക്കും വിധമാണ് കേന്ദ്രം തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡായി മോദി സർക്കാർ മാറ്റി എഴുതിയത്. തൊഴിൽ സമയം 8 മണിക്കൂറിൽ നിന്നും 12 മണിക്കൂറായി വർദ്ധിപ്പിക്കുക. 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ ഇഷ്ടം പോലെ തൊഴിലാളികളെ പിരിച്ചുവിടാനും സ്ഥാപനം അടച്ചുപൂട്ടാനുമാകും. സ്ഥിരം തൊഴിൽ ഇല്ലാതെയാകുന്നു. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ അപ്രന്റീസ്ഷിപ്പിലൂടെ നിർബന്ധിതരാകുന്നു. തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇല്ലാതെയാകുന്നു. തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. പണിമുടക്കാനുള്ള അവകാശം നിയന്ത്രിക്കുക. ഈ ലേബർ കോഡിലൂടെ തൊഴിലാളികളെ ദ്രോഹിക്കാൻ കളമൊരുക്കുമ്പോൾ കോൺഗ്രസ് രാജ്യസഭയിൽ അതിനെ അനുകൂലിക്കുകയായിരുന്നു. ഇടതുപക്ഷവും DMKയും സമാജ്വാദി പാർട്ടിയും മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ഇടതുപക്ഷം മാത്രമാണ് തെരുവുകളിൽ സമരം തീർത്തത്. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾക്കൊപ്പം പോരാടാൻ എന്നും ഇടതുപക്ഷം മാത്രമാണ് ഉള്ളത്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ.